ഹായ് ഓമി, ഞാൻ സെനോബിറ്റീസിന്റെ ഹിന്ദുവാണ്. എൻ്റെ ആമയെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ബിടിഎസിന്റെ സ്വന്തം റാപ്പർ, ലീഡിംഗ് റാപ്പർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബോയ് ആയിട്ടുള്ള യോങ്കി ഒപ്പയെ കുറിച്ചിട്ടാണ്. യോങ്കി ഒപ്പ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, മുൻപ് ആരൊക്കെയോ പറഞ്ഞു എന്നുള്ള അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലൊന്നും ഞാൻ സെർച്ച് ചെയ്ത് പോവാറില്ല. ഞാൻ മുൻപ് കേട്ടിരുന്ന യുങ്കിയും ഇന്ന് കാണുന്ന യുങ്കിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അല്ലെ യൂട്യൂബേഴ്സ് പറഞ്ഞു തന്നത് മനസ്സിലാക്കി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെയൊക്കെ അറിവായപ്പോൾ ഞാൻ കൂടുതൽ ഇവരെക്കുറിച്ച് സെർച്ച് ചെയ്ത് അന്വേഷിച്ച് പോയി കണ്ടെത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും യുങ്കിയുടെ ഈ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞാൽ ബിടിഎസിൽ ഇത്രയും പേരിൽ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ട് തോന്നിയത് യുങ്കി ഒപ്പനെയാണ്. ജെഹോപ്പൊപ്പ എൻ്റെ ബയസാണ്. പുള്ളിക്കാരൻ എന്തൊരു വിഷമത്തിലും ചിരിച്ചുകൊണ്ട് മാത്രം ജനങ്ങളെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ബയസാക്കിയിട്ടുള്ളത്. പക്ഷേ എന്നാലും എനിക്ക് ബിടിഎസിൽ ഏറ്റവും ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത് യുങ്കി ഒപ്പയുടെ ലൈഫാണ്. ആ ലൈഫിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സൗത്ത് കൊറിയയുടെ ഹില്ലി ഏരിയ ആയിട്ടുള്ള ദേഗു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ കുടുംബത്തിലെ കുട്ടിയായിരുന്നു യൂങ്കി എന്ന് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും 2 ആൺമക്കളാണ്. അതിലെ ഇളയ ആളാണ്. ചെറുപ്പം മുതൽ സംഗീതത്തിനോട് ഭയങ്കര ഭ്രമമുള്ള കൂട്ടത്തിലായിരുന്നു. മ്യൂസിക്കിനോടുള്ള ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായതുകൊണ്ട് തന്നെ പേരൻസ് നന്നേ ഭയന്നിട്ടുണ്ടായിരുന്നു. വീടിന്റെ അവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാക്കണം, വീടിന്റെ പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് വീട്ടുകാർ ആഗ്രഹിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും മ്യൂസിക് മാത്രമായിരുന്നു. ചെറുപ്പത്തിലെ മ്യൂസിക് ഒരുപാട് കമ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക സോങ് റൈറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിലാണ് ആകെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു വീട് തീ പിടിച്ചു പോകുന്നത്. അതായത് വൈൽഡ് ഫയർ പോലെ എന്തോ വന്ന് അദ്ദേഹത്തിന്റെ വീട് മൊത്തം തീ പിടിച്ചു പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന് തീ പിടിച്ചപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്നൊരു ട്രോമയിലേക്ക് വന്നു. ഒരു ഡീപ്പായിട്ടുള്ള പെയിനും ഡിപ്രഷനും ഒക്കെ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. വീട് കത്തിപ്പോയ ആ ഒരു ടെൻഷൻ അദ്ദേഹത്തിന്റെ അച്ഛനെ മെന്റലി മാത്രമല്ല ഫിസിക്കലിയും ബാധിച്ചിരുന്നു. അദ്ദേഹത്തിന് ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യാൻ മേലാത്ത രീതിയിൽ അദ്ദേഹം ഫിസിക്കലി തളരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ ബെഡ് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. വീടിന്റെ ചെലവ് കഴിഞ്ഞു പോകാൻ ഒരു മാർഗ്ഗവും ഇല്ലെന്നറിഞ്ഞ യുങ്കിയുടെ ചേട്ടൻ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി വെയിറ്ററായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഏട്ടന്റെ കഷ്ടപ്പാട് കണ്ട് വിഷമം തോന്നിയ ഈ 15 വയസ്സുകാരനായിട്ടുള്ള യുങ്കി ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. രാവിലെ സമയങ്ങളിൽ ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടും ഈവനിങ് ടൈമിൽ അവരുടെ നാട്ടിലുള്ള ചെറിയ മ്യൂസിക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. വലിയ ബാൻഡ് ഒന്നുമല്ല, ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഈവനിങ് പാർട്ടീസിലും മാരേജ് ഫംഗ്ഷൻസിലും ഹോട്ടലിലും ഒക്കെ അങ്ങനെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ചു തുടങ്ങി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ ഒരാൾ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അദ്ദേഹത്തെ ജോലിക്ക് വിടുകയാണ്. ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടുള്ളതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്യണമെങ്കിൽ 1000 കൊറിയൻ വോൺ ഫുഡിനായിട്ടും 2000 കൊറിയൻ വോൺ ട്രാവലിനായിട്ടും അദ്ദേഹത്തിന് മുടക്കേണ്ടി വരും. അതിനായിട്ടുള്ള ക്യാഷ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു പൈസ ട്രാവലിനായിട്ട് യൂസ് ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ഡി ടൗൺ എന്ന് പറയുന്ന ഒരു ചെറിയ ബാൻഡ് റാപ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അതും ഗ്ലോസ് എന്ന പേരിൽ അണ്ടർഗ്രൗണ്ട് റാപ്പറായിട്ട് അദ്ദേഹം ആ ഒരു ബാൻഡിൽ ജോയിൻ ചെയ്തു. ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സോങ്സ് എഴുതാനും കമ്പോസ് ചെയ്യാനും റാപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഒടുവിൽ ബിഗ് ഹിറ്റ് കണ്ടക്ട് ചെയ്ത റാപ്പിംഗ് കോമ്പറ്റീഷനിൽ യുങ്കി പങ്കെടുത്തു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ 2ാം സ്ഥാനം കൈവരിക്കുകയും ചെയ്തു. അവിടെയും കഷ്ടപ്പാട് അദ്ദേഹത്തെ വിട്ടുപോയില്ല. കാര്യം ബിഗ് ഹിറ്റ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ബിഗ് ഹിറ്റ് അല്ല. ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബാങ്ക് പീഡിയും ഒരുപാട് കഷ്ടപ്പെട്ട ടൈം ആയിരുന്നു. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്ന ഐഡൽസിനായിട്ടുള്ള ഫുഡിനും അക്കോമഡേഷനും ഉള്ള ചെലവ് എല്ലാവർക്കും വേണ്ടി വഹിക്കാനുള്ളൊരു ത്രാണി അന്ന് കമ്പനിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഐഡൽസ് തന്നെയായിരുന്നു അവരുടെ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തി, ഒരു ഡെലിവറി ബോയ് ആയിട്ട്. അങ്ങനെ ഒരു ഈവനിങ് ഡെലിവറി പോകുന്ന വഴി മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് ആവുകയാണ്. ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് വീഴുകയും അതിന്റെ വീല് ഫേസിൽ കൊള്ളുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഷോൾഡർ പോർഷൻ തകരാറിലായി. അദ്ദേഹത്തിന് ഈ ഷോൾഡർ മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഭയന്നുപോയി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഷോൾഡറിന് എന്തെങ്കിലും പ്രശ്നമായാൽ ബാൻഡിൽ നിന്ന് പിരിച്ചു വിടുവോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമോ, അവരെന്നെ ചീത്ത പറയുമോ എന്നൊക്കെയുള്ള ഒരു ഭയം കൊണ്ട് അദ്ദേഹം ഇതൊന്നും സംഭവിക്കാത്ത രീതിയിൽ റൂമിൽ വന്ന് നേരെ കിടന്നു. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, വേദന കാരണം നിലത്ത് നിവർന്നു വന്ന് ചെയ്തു. വേദന സഹിച്ചുകൊണ്ടാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശരീരത്തിന്റെ അസ്വസ്ഥതകളൊക്കെ മനസ്സിലാക്കിയ കമ്പനി അദ്ദേഹത്തിനോട് ചോദിച്ചു, സത്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറ, ഞങ്ങൾ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ യുങ്കി ആക്സിഡന്റിന്റെ കഥ കമ്പനിയോട് പറഞ്ഞു. യുങ്കിയുടെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കമ്പനി യുങ്കിക്ക് വേണ്ടി മാത്രം പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം യുങ്കിക്ക് വേണ്ടിയാണ്, പിന്നീട് എല്ലാ മെമ്പേഴ്സിന്റെയും അവസ്ഥയ്ക്കനുസരിച്ച് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യുങ്കിക്ക് വേണ്ട ഫുഡിനും അക്കോമഡേഷനും വേണ്ട ചെലവുകൾ കമ്പനി തന്നെ വഹിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഒരു കാര്യം യുങ്കിയെ മെന്റലി വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യാനും ഒരു കോംപ്ലക്സ് ഉണർത്താനും ഒക്കെ തുടങ്ങി. അപ്പോഴേക്കുമാണ് ജെഹോപ്പ് മുന്നിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ യൂങ്കിയുടെ ആ ഒരു റാപ്പിംഗ് ലൈഫ്, ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് ജെഹോപ്പ് കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം. യൂങ്കി ബിഗ് ഹിറ്റ് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോങ് റൈറ്റർ ആയിട്ടാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു റാപ്പ് കേട്ട് ജെഹോപ്പ് പറഞ്ഞു, നിങ്ങൾ റാപ്പ് ചെയ്യണം, നിങ്ങൾ റാപ്പ് കേൾക്കാൻ നല്ല രസമുണ്ട്, നിങ്ങൾക്ക് നല്ല ടാലന്റ് ഉണ്ട്, ഇനി റാപ്പ് ചെയ്യുന്നു പറഞ്ഞ് ജെഹോപ്പ് പറയുന്ന പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയാണ് നല്ല റാപ്പിംഗ് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി.
ആദ്യം റാപ്പിങ്ങിലാണ് അദ്ദേഹത്തിന് ഓഡിഷനെ തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹം കൂടുതൽ ബെറ്ററായി സോങ് റൈറ്റർ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് വീണ്ടും റാപ്പറായി മാറി. ആ ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഈ സോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയത്. യൂങ്കി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഡിപ്രഷൻ ടൈമിൽ തൻ്റെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരാൾ തന്നെയാണ് ജെ ഹോപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ വൈറ്റമിൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ബാൻഡ് മെമ്പേഴ്സിന് ഏതൊക്കെ വിഷമം വന്നാലും ആ ഒരു സമയത്ത് ഒരു വൈറ്റമിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ജെ ഹോപ്പ് എന്ന് യൂങ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒടുവിൽ ഒന്ന് പച്ച പിടിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ അങ്ങേയറ്റം ഒരു മനുഷ്യ സ്നേഹി ഉണർന്നു. ചെറുപ്പകാലത്ത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. വീട് കത്തിപ്പോയതിന്റെ ഡിപ്രഷനിൽ ആരോടും മിണ്ടാതായ ഒരു വ്യക്തിയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യ സ്നേഹം ഉണർന്നു. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു തീരുമാനത്തിലായി. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെ തന്റെ ആദ്യത്തെ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നപ്പോഴേക്കും ചാരിറ്റി ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ആ ഒരു ടൈമിലാണ് ബിടിഎസ് എന്ന് പറയുന്ന ബോയ് മ്യൂസിക് ബാൻഡ് കൊറിയയിൽ വൺ തീ ആയി പടർന്നത്. ബിടിഎസിന്റെ ആൽബംസിന്റെ ഒക്കെ വൺ സെയിൽ നടന്ന് നല്ല രീതിയിൽ അവർ റീച്ചായി. ബിടിഎസിലെ ഓരോ മെമ്പേഴ്സും ലക്ഷപ്രഭുക്കളായി. ആ ഒരു ടൈമിൽ യൂങ്കി ചെയ്തത് കൊറിയൻ പീഡിയാട്രിക് ക്യാൻസർ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് 100 മില്യൺ കൊറിയൻ വോൺ സമ്മാനിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നല്ലൊരു പേയ്മെന്റ് വന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ചാരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാൻസർ മൂലം ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്കായിട്ട് 100 മില്യൺ കൊറിയൻ ഡോളർ അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു. അതിനുശേഷമാണ് കോവിഡ് മൂലം കൊറിയ ഒരുപാട് ദുരിതങ്ങൾ വേറെ അനുഭവിച്ചു. കൊറിയയിലെ മറ്റ് ടൗണുകൾ പോലല്ല അദ്ദേഹത്തിന്റെ ഗ്രാമം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഗ്രാമമാണ്, വലിയ സമ്പത്തൊന്നുള്ള ആളുകളല്ല, സാധാരണക്കാർ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. കോവിഡ് പടർന്നതോടുകൂടി ദേഗുവും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. അങ്ങനെ കോവിഡ് മൂലം ദുരിതം നേരിട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ദേഗു ഗ്രാമത്തിനായിട്ടും അദ്ദേഹം സംഭാവനകൾ ചെയ്തു തുടങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ചെറിയ കൂട്ടം ചെറുപ്പക്കാർ ആ നാട്ടിലുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളും അത്യാവശ്യം യങ്സ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് അദ്ദേഹം പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു. 4 വർഷത്തിനകത്ത് ഞാൻ സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊറിയയിലെ ഏറ്റവും നല്ല ബീഫ് ഹൻബോ എന്ന് പറയുന്ന കൊറിയൻ ബീഫ്, അതായത് അവിടെ എല്ലാം സാധാരണക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊറിയയിലെ തന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ് ഈ പറയുന്ന ഹൻബോ എന്ന് പറയുന്നത്. വിലപിടിപ്പുള്ള ബീഫാണ്. ഇത് അദ്ദേഹത്തിനെ ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ ഒരു കുട്ടികൾക്കായിട്ട് ഇദ്ദേഹം സമ്മാനിച്ചു. ഒരു നിലയിൽ എത്തുന്നതിന് മുൻപേ നമ്മൾ സാധാരണ അവസ്ഥയിലുള്ളപ്പോൾ പലരോടും പല വാക്കുകളും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാവരും പാലിക്കണമെന്നില്ല. എന്നാൽ ഈ ഒരു ചെറിയ കാര്യം പോലും ഓർമ്മയിൽ വെച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു മനസ്സ് യൂങ്കിക്കുണ്ടായി. ആ യൂങ്കി എന്ന് പറയുന്ന ഒരാളുടെ ഇന്നത്തെ ലെവലിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ? ഇത് മാത്രമല്ല, കൊറിയയിലെ നമ്പർ 1 സെലിബ്രിറ്റികളായിട്ടുള്ള അയ്യു പോലെയുള്ളവരുമായിട്ടുള്ള കൊളാബ്, അമേരിക്കയിലെ വലിയ വലിയ പോപ്പ് സിംഗേഴ്സുമായിട്ടുള്ള കൊളാബും, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ലൈഫിനെ വേറൊരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതേ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്? ഒന്ന്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ട്, നമ്മൾ അതിനെ വിടാതെ ഫോളോ ചെയ്യുക. അത് സക്സസ് ആവുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ഒരുപാടായിട്ട് നമ്മൾ ഫെയിൽ ആയി പോകും. എന്നാലും ആ ഒരു ഡ്രീം അത് നമുക്കൊരു യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. യൂങ്കിയുടെ ആ ഒരു കഷ്ടപ്പാടാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ നില എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഒരു ഡ്രീം നടത്തുന്നതിനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഇനി നിങ്ങളുടെ ഡ്രീം ഒന്നാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ സക്സസ് ആവാൻ പോകുന്നില്ല. കാര്യം ഏതൊക്കെ ജോലി ചെയ്താലും നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുക നിങ്ങളുടെ ആ ഒരു ഡ്രീമായിരിക്കും. അപ്പം ഇന്നത്തെ പിള്ളേരെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ഡ്രസ്സ് ധരിക്കണം, നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം, നമ്മളുടെ ബോഡി, ഫേസ്, സ്കിൻ, അതൊക്കെ ഏത് രീതി മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊന്നും ഒരിക്കലും മറ്റുള്ളവരോ നാട്ടുകാരോ പേരൻസോ അല്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്ക് ബിടിഎസിൽ ഏറ്റവും മോട്ടിവേഷൻ ആയിട്ട് തോന്നിയത് നമ്മുടെ യൂങ്കിയുടെ ലൈഫാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടും ഒരു ബിടിഎസ് ബോയ്ക്കുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അതിന് യൂങ്കിയെ തന്നെ എടുത്തത്. ആദ്യം ആറമുണ്ട്, ജിന്നുണ്ട് അല്ലേ, അവരല്ലേ ഫസ്റ്റ് പറയേണ്ടത്. അല്ലെങ്കിൽ മാഗ്നയും തുടങ്ങുവാണെങ്കിൽ ജംഗൂക്കുണ്ട്. എങ്കിൽ കൂടെ എനിക്ക് ആദ്യം ഒരു ലൈഫ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നിയത് യൂങ്കിയുടെ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് യൂങ്കിനെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ വയസ്സ് യൂങ്കി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി അറിയാതെ നമ്മുടെ ആർമി കുട്ടികൾക്കായിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആർമി വന്ന് ഫോളോ ചെയ്തു, കുറച്ച് ദിവസമായിട്ട് നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ കൊടുക്കാം, സെനോറിറ്റ പോൾക്ക, അത് ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.